14 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസായി. 288 അംഗങ്ങളാണ് ബില്ലിനെ പിന്തുണച്ചത്. 232 അംഗങ്ങൾ ബില്ലിനെ എതിർത്തു. NK പ്രേമചന്ദ്രന്റെയും KC വേണുഗോപാലിന്റെയും ഭേദഗതി നിർദ്ദേശം തള്ളി. അതിനിടെ വഖഫ് ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ 8 മണിക്കൂർ ചർച്ച ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത്. ശരത് ലാൽ, അസാധാരണമായ മണിക്കൂറുകളിലൂടെ തന്നെയാണ് ലോക്സഭ കടന്നുപോയത്. 14 മണിക്കൂർ നീണ്ട ചർച്ച ഒടുവിൽ 1:45 ഏകദേശം 2 മണിയോടെ ഈ ഒരു ബില്ല് ലോക്സഭയിൽ പാസാക്കി എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു ഇന്നലെ അവിടെ നടന്ന നടപടിക്രമങ്ങൾ? ചരിത്രം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളും അതേപോലെ തന്നെ ചർച്ചകളുമാണ് ലോക്സഭയിൽ വഖഫ് ഭേദഗതിയുടെ ബിൽ അവതരണ വേളയിലും പാസാക്കുന്ന വേളയിലും നമുക്കത് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ ഉച്ചയോടെ 12 മണിക്കാണ് പാർലമെന്റ് കാര്യമന്ത്രിയും അതേപോലെ ന്യൂനപക്ഷ കാര്യമന്ത്രിയുമായ കിരൺ റിജിജു ബില്ല് അവതരിപ്പിക്കുന്നത്. ഈ ബില്ല് അവതരണ വേളയിൽ തന്നെ ചൂടേറിയ ചർച്ചകൾക്കാണ് ബില്ല് അവതരിപ്പിക്കുമ്പോൾ തന്നെ KC വേണുഗോപാലടക്കമുള്ള അംഗങ്ങൾ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുകയും ബില്ലിന്റെ അവതരണത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതേ തന്നെ ആവർത്തിക്കുന്ന കാര്യമാണ് ബില്ലിന്റെ അവസാന വേളയിൽ, വോട്ടെടുപ്പ് വേളയിലും നമ്മൾ കാണാൻ കഴിഞ്ഞത്. NK പ്രേമചന്ദ്രൻ അടക്കം അല്ലെങ്കിൽ KC വേണുഗോപാൽ അടക്കം അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി ചർച്ച സഭയിൽ നയിച്ച ഗൗരവ് ഗാഗോയി അടക്കം ബില്ലിന്റെ ആ ഭേദഗതികൾ അവതരിപ്പിക്കുന്നതും ഭേദഗതികൾക്ക് വോട്ടിങ്ങിന് വേണ്ടി പ്രസ് ചെയ്യുന്നതുമായ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ഇന്നലെ ലോക്സഭയിൽ ഇന്ന് പുലർച്ചെ നമ്മൾ ലോക്സഭയിൽ കാണാൻ കഴിഞ്ഞത്. ഏതായാലും വളരെ വലിയ നീണ്ട ചർച്ചകൾ, അതിൽ കൃത്യമായ മറുപടി നൽകാൻ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകുവാൻ കിരൺ റിജിജു മുഴുവൻ സമയം പാർലമെന്റ് കാര്യമന്ത്രി എന്ന നിലക്കും മാത്രമല്ല ന്യൂനപക്ഷ കാര്യമന്ത്രി എന്ന നിലക്കും സഭയിൽ കിരൺ റിജിജു ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോഴും ശക്തമായ പ്രതിഷേധങ്ങൾ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗത്തുനിന്നുണ്ടായി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ ബില്ലിലെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഹുൽ സഭയിൽ എത്തിയെങ്കിലും പ്രിയങ്ക സഭയിലും എത്തിയില്ല. കേരളത്തിൽ സംസാരിച്ചതിൽ IB ഈഡനാണ് വളരെ ശക്തമായിട്ട് ബില്ലിനെ ന്യായീകരിച്ചത്. ബില്ലിനെ IB ഈഡൻ ശക്തമായി ന്യായീകരിക്കും. ഒരുവേള IB ഈഡനും അതേപോലെ തന്നെ മന്ത്രി ജോർജ് കുര്യനും തമ്മിൽ വാക്കേറ്റം തന്നെ സഭയിൽ ഉണ്ടായി. ഇത് അതുപോലെ സുരേഷ് ഗോപിയും K രാധാകൃഷ്ണനും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര വൈകിയാലും കാര്യങ്ങളിൽ വിശദമായ ചർച്ച നടന്നു എന്നുള്ളതാണ്. മുനമ്പത്തെ ജനങ്ങൾ ബില്ല് പാസ്സാകുന്നതോടെ, രാജ്യസഭ കൂടി പാസ്സാകുന്നതോടെ മുനമ്പത്തെ 600 കുടുംബങ്ങൾക്ക് ശാശ്വത പരിഹാരമായി എന്നൊരു പ്രഖ്യാപനം കിരൺ റിജിജു ഈ ചർച്ചകൾക്കൊക്കെ മറുപടി നൽകിയ മറുപടി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് നീണ്ട നടപടിക്രമങ്ങളിലേക്കാണ് വോട്ടിംഗ് വഴി മുന്നോട്ട് പോയത്. വോട്ടിംഗ് എടുക്കുകയും സമയമെടുക്കുകയും വോട്ടിങ്ങിലെ പല അംഗങ്ങളും വോട്ടിങ്ങിൽ ശരിയായ രീതിയിൽ വോട്ട് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തു. ഇതൊക്കെ സഭ വളരെ നീണ്ടുപോകുന്നതിന് കാരണമാക്കി. ഒടുവിൽ സഭ ബില്ല് പാസ്സാക്കുന്നു. 288 NDAക്ക് ആശ്വാസമായി TDPയും അതേപോലെ അതേപോലെ JDUയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബില്ലിനെ അനുകൂലിക്കുകയും പാസ്സാക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് പുലർച്ചെ കാണാൻ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ ശേഷവും സഭ തുടർന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ സഭ തുടരുകയും മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം അതിനോടൊപ്പം മണിപ്പൂരിലെ ബജറ്റും അവതരിപ്പിക്കുകയും ചെയ്തു. അതിന് മറുപടിയായി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ ചർച്ചയ്ക്ക് തുടക്കമിട്ട് ശശി തരൂരായിരുന്നു. ഇത്രയും നടപടിക്രമങ്ങളിൽ കൂടി നടന്നാണ് ലോക്സഭ ഇന്നലെ പുലർച്ചെ പിരിഞ്ഞത്. ഏതായാലും ലോക്സഭ എന്ന കടമ്പ വഖഫ് ബിൽ മറികടന്നിരിക്കുന്നു. ഇനി രാജ്യസഭയാണ്. ഇന്ന് രാജ്യസഭയിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ശരി ശരത് ലാൽ, 14 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായിരിക്കുന്നു. 288 അംഗങ്ങളാണ് ബില്ലിനെ പിന്തുണച്ചത്. 232 അംഗങ്ങൾ ബില്ലിനെ എതിർക്കുകയും ചെയ്തു. ഇന്ന് വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ 8 മണിക്കൂർ ചർച്ച ചെയ്യും.